ജീവസുറ്റ യുവ കോൺഗ്രസ് അനുഭാവികളിൽ വലിയ വികാരം പടർത്തിയ ഒരാളാണ് പാലക്കാട് മുൻ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ. പിന്നീട് അദ്ദേഹം ലൈംഗിക അതിക്രമ കേസിൽ അകത്തു പോകുന്നത് നമ്മൾ കണ്ടു. കുറേ നാൾ കേരളം അത് ചർച്ച ചെയ്തു. ഏറ്റവും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത് ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പുഷ്പാർച്ചന നടത്താനാണ്, 3ാം ചരമ വാർഷികത്തോടനുബന്ധിച്ച്. എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരുമെന്ന് ഓരോ കോൺഗ്രസ് അനുഭാവികളും, അതായത് കോൺഗ്രസിനെ ഹൃദയത്തിലെടുത്തിട്ടുള്ള ചോദിക്കുന്നൊരു കാര്യമാണ്. രാഹുലിൻ്റെ തുറുപ്പ് ചീട്ടെന്ന് പറയുന്നത് പിണറായി വിജയനായിരുന്നു. പിണറായി വിജയനെ ഒരു മടിയും കൂടാതെ അതിശക്തമായിട്ട് എതിർക്കുക എന്നതിലായിരുന്നു രാഹുൽ ഏറ്റവും കൂടുതൽ വിജയിച്ചിരുന്നത്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ ഉള്ളപ്പോൾ ഒരു MLA പോലും അല്ലാത്ത സ്ഥിതിയിൽ അദ്ദേഹം എത്തിപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പക, പ്രതികാരം തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഉള്ളിലുണ്ടാകും. വളരെ സൈലൻ്റായിട്ട് കരുക്കൾ നീക്കുകയാണ് തിരിച്ചു വരവിനായിട്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം. രാഹുൽ തിരിച്ചു വരുമോ? രാഹുൽ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ തിരിച്ചു വരും. രാഹുലിന് വേറെ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? രാഹുൽ എങ്ങനെ തിരിച്ചു വരും എന്നുള്ളതിനെക്കുറിച്ച് നിരന്തരമായി രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ ഹോംവർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. കാരണം എവിടെയൊക്കെ പരിപാടികൾ നടക്കുന്നു അവിടെയൊക്കെ രാഹുൽ നേരിട്ട് ചെല്ലുന്നുണ്ട്. കോൺഗ്രസിൻ്റെ പരിപാടികളായി കഴിഞ്ഞാലും ഒരു MLAയുടെ അല്ലെങ്കിൽ മന്ത്രിയുടെ പരിപാടിയായി കഴിഞ്ഞാലും അവിടെ പോകേണ്ടതുണ്ട് എന്ന് തോന്നിയാൽ രാഹുൽ പോകും. അങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹം പങ്കെടുത്തത് വാർത്തയാവുകയൊക്കെ ചെയ്യുന്നു. അവിടെയെല്ലാം ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അനുയായികളുണ്ട്. ആ അനുയായികളുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ആ അനുയായികൾ ഉള്ളിടത്തോളം കാലം രാഹുലിന് ഏത് സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ലിങ്ക് വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് കഴിയും. അങ്ങനെ പുനഃസ്ഥാപിക്കുമ്പോൾ ഈ അണികൾ മാത്രം പോരാ, അനുയായികൾ മാത്രം പോരാ, അല്ലെങ്കിൽ ഫാനുകൾ മാത്രം പോരാ, അതിനോടൊപ്പം തന്നെ നേതൃനിരയിലെ ഒരു വലിയ പങ്കും അദ്ദേഹത്തിനൊപ്പം നിൽക്കേണ്ടതായിട്ട് വരും. ഈ കേസുകളൊക്കെ കുറേ കഴിയുമ്പോൾ ആളുകൾ പതുക്കെ മറന്നുപോകും. അതെല്ലാ കേസുകളുടെ സ്ഥിതി അത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളുടെ സ്ഥിതി അതാണ്. മനുഷ്യൻ മറവിയിൽ ആശ്വാസം കൊള്ളുവാനാണ്. അതുകൊണ്ടൊക്കെ ഇങ്ങനെ മറന്നു പോകും. അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചു വരാനായിട്ട് ഇടം കിട്ടും. പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹം വീണ്ടും അടിപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നാച്ചുറലി നമ്മൾ രാഷ്ട്രീയത്തെ സമീപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് തിരിച്ചു വരാം. പക്ഷെ തിരിച്ചു വരേണ്ട ഒരു കാലം എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം കാലം വളരെ കൂടുതലെടുത്താൽ മാത്രമേ തിരിച്ചു വരാൻ പറ്റുള്ളൂ. ഒന്നിപ്പോൾ നിലവിലുള്ള ഭരണ സംവിധാനം എന്ന് പറയുന്നതിൽ രാഹുൽ പുറത്താണ്. രാഹുലിന് അതിനകത്തേക്ക് കയറാനായിട്ട് വഴികളില്ല ശരിക്കും പറഞ്ഞു. ഇനി അതിൻ്റെ ഒരു ആവശ്യവും ഈ 5 വർഷക്കാലത്തേക്ക് കോൺഗ്രസിന് ഇല്ല. രാഹുലിൻ്റെ പ്രത്യേക ഒരു ആവശ്യമില്ല. രാഹുലിൻ്റെ ആവശ്യമാണ് ഇതിനകത്തേക്ക് വരേണ്ടത്, കോൺഗ്രസിൻ്റെ ആവശ്യമല്ല എന്നർത്ഥം. യഥാർത്ഥത്തിൽ കോൺഗ്രസ് തിരിച്ചെടുക്കണമല്ലോ. ഇപ്പം പാർട്ടിക്കാരൻ പോലും അല്ല അദ്ദേഹം. ആ രീതിയിലാണ് നിലവിലുള്ളത്. അല്ല, അത് പതുക്കെ മാറി വരാം. വളരെ സാവകാശത്തിൽ ഈ ഭരണം അവസാനിക്കുന്ന ഒരു 5 വർഷം കാലത്തിനുള്ളിൽ അദ്ദേഹത്തിന് പാർട്ടിക്കകത്തേക്ക് കയറാം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയുന്ന പോലെ നേതൃപദവിയിലേക്ക് അദ്ദേഹം എപ്പോൾ കയറും എന്ന് ചോദിച്ചാൽ അതിനൊരു എളുപ്പവും ഉത്തരമില്ല. ഈ സർക്കാർ 5 വർഷം കഴിഞ്ഞതിന് ശേഷം തുടർന്ന് ഭരിക്കാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. കേരളത്തിലെ ഒരു സ്വഭാവം വെച്ച് പരിശോധിക്കുന്ന സമയത്തും ഇപ്പോൾ തന്നെ നമ്മൾ 2-3 മാസം കൊണ്ട് തന്നെ അത് പലതരം വിവാദങ്ങളിൽ പെട്ടുഴലുന്ന സർക്കാരാണ് എന്നുള്ളതുകൊണ്ട് 5 വർഷം കഴിയുമ്പോഴേക്കും ഒക്കെ ഈ സർക്കാരിനെ മാറ്റി പുതിയ സർക്കാരിനെ കൊണ്ടുവരും. അങ്ങനെ പുതിയ സർക്കാരിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ രാഹുലിന് വീണ്ടും ഒരു സ്പേസ് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. ആ കാലത്തായിരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ നേതൃപദവിയിലേക്കുള്ള തിരിച്ചുവരവ് സാധ്യമാണ്. എന്തായാലും രാഹുലിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് വളരെ ഞെട്ടിപ്പിക്കുന്ന വളർച്ചയായിരുന്നു. പക്ഷെ അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ശോഷിച്ചിരുന്ന, ഒരു വികാരവും ഇല്ലാതിരുന്ന കുറേ ആളുകൾക്കിടയിൽ കറണ്ട് കൊടുത്തുന്ന രീതിയിലാണ് രാഹുൽ പ്രവർത്തിച്ചത്. അത്രയധികം വികാരം അദ്ദേഹം ആളുകൾക്കിടയിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്, അണികൾക്കിടയിൽ രൂപപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു പക്ഷേ അത്തരം വിഷയങ്ങൾ, ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പം വലിയ നിലയിലേക്ക്, വലിയ ഉയരങ്ങളിലേക്ക് പല പ്രമുഖ നേതാക്കളെയും മറികടക്കുന്ന ഹൈറ്റ്സിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമായിരുന്നു. അപ്പം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ
ഒരു പ്രധാന നേതാവ് തന്നെയാണ് ഇദ്ദേഹത്തെ താഴ്ത്തിയത് എന്ന ആരോപണം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിൻ്റെ പേരിൽ ആ നേതാവിനോട് പലർക്കും വലിയ ശത്രുതയും ഇപ്പോഴും വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പം നിലവിൽ വളരെ പെട്ടെന്ന് തന്നെ എന്തുകൊണ്ട് അധികാരം ഏറ്റിട്ട് 2 മാസം മാത്രമല്ലേ ആയിട്ടുള്ളൂ. ഇതിന് ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള കളികൾ, നാടകങ്ങൾ അല്ലെങ്കിൽ കലാപ കൊടി ഉയർത്തണമെന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കാരണമുണ്ട് എന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് എത്രയുണ്ട് എന്ന് നമുക്ക് നമ്മളായിട്ട് പറഞ്ഞു വെക്കുന്നതിലും കഥയില്ല. അത് അവർ തന്നെ പറഞ്ഞ് വ്യക്തമാക്കപ്പെടുമ്പോൾ മാത്രമാണ് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളുടെ സ്വഭാവ സവിശേഷ അടിസ്ഥാനത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. വെറുതെ ഉണ്ടാക്കിയ വിവാദങ്ങളല്ല, അത് ഉള്ള വിവാദമാണ്. ആ വിവാദം പലതും യൂട്ടേൺ അടിച്ച് പൊസിഷനിലേക്ക് സർക്കാരിനെ കൊണ്ടുപോയപ്പോഴാണ് സർക്കാർ കുഴപ്പത്തിലായത്. അത് പക്ഷേ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ശക്തികൾ കളിക്കേണ്ട കാര്യമില്ല. ഇവർ തന്നെ ഉണ്ടാക്കിയത്, സർക്കാർ തന്നെ ഉണ്ടാക്കിയാൽ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാക്കിയ വിവാദങ്ങളാണ് പലത്. അതുകൊണ്ട് ആരുടെയെങ്കിലും ഒരു പ്രയോഗമോ ശക്തിയോ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടെന്ന് കരുതേണ്ട കാര്യമില്ല. പക്ഷെ കുറേ കഴിയുമ്പോൾ ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും ആ ഗ്രൂപ്പുകൾ സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്ന സമയത്ത് പല സീരിയസ് പ്രശ്നങ്ങൾ രൂപപ്പെടാം. അതുകൊണ്ടാണ് കുറച്ച് കാലം വേണ്ടിവരും രാഹുലിന് തിരിച്ചു വരാൻ എന്ന് പറഞ്ഞു. രാഹുലിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാരാണോ അതോ CPM ആയിരുന്നോ? അല്ലത് പാർട്ടിക്കാർക്ക് തന്നെയാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. CPM അതിൻ്റെ അകത്ത് ഒരു കാറ്റലിസ്റ്റ് മാത്രമേ ആകുന്നു. രാസത്വരകം എന്ന് പറയുന്നത് പാർട്ടിക്കാർ ഉണ്ടാക്കിയ ആ വിഷയം അവർ കുറച്ചും കൂടി മൂപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ പങ്ക് അവർക്കില്ല. അത് രാഹുലിനും അറിയാവുന്നൊരു കാര്യം. പക്ഷെ ഇപ്പം DYFIയുടെ പൊതിച്ചോറൊക്കെ ചർച്ചയാകുന്ന സമയമാണ്. മുരളീധരൻ അതിനെ പറ്റിയിട്ട് ഒരു വളരെ മോശമായ രീതിയിലുള്ള കമൻ്റൊക്കെ രേഖപ്പെടുത്തി. ചോറിൻ്റെ പേരിൽ ഇത്തരത്തിൽ രാഷ്ട്രീയം കളിക്കണോ എന്നാണ് BJP കെ സുരേന്ദ്രൻ പോലും ചോദിച്ചത്. പൊതിച്ചോറ് നൽകി അത് കഴിച്ചവർക്ക് വോട്ട് ചെയ്തിരുന്നെങ്കിൽ മുരളീധരൻ സഭ കാണില്ലായിരുന്നു എന്നാണ് BJP മുൻ സംസ്ഥാന പ്രസിഡന്റിന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഈ DYFIയുടെ പൊതിച്ചോറ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് തൊട്ടവർക്കൊക്കെ പണി കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരത്തിൽ DYFIയുടെ പൊതിച്ചോറിനെ തൊട്ടൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊതിച്ചോറ് നൽകുന്നതിൻ്റെ പിന്നിൽ ഒരു അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു കളഞ്ഞു. വലിയ അപകടമാണ് അദ്ദേഹത്തിന് അതിനുശേഷം സംഭവിച്ചത്. അല്ലേ, പൊതിച്ചോറെന്ന് പറയുന്നത് അത് കൊടിയൊക്കെ വെച്ചാണ് അവർ കൊടുക്കുന്നതെങ്കിലും അതിലൊരു രാഷ്ട്രീയമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ ഒരു ഇമേജ് ക്രിയേഷൻ്റെ ഭാഗമായിട്ടാണ് അത് DYFI എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. അവർ എന്താണെന്ന് വെച്ചാൽ എല്ലാ വീടുകളിൽ നിന്നും ഇത് കളക്ട് ചെയ്യുന്നു, കൊണ്ടുപോയി കൊടുക്കുന്നു. ഒരു സ്ഥിരം പ്രക്രിയയായി തീരുകയും അത് നിരവധി ആളുകൾക്ക് വലിയ ആശ്വാസമായി മാറിത്തീരുകയും ചെയ്യുന്നു. അപ്പം അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല, ശരിക്കും രാഷ്ട്രീയം ഇല്ല. പക്ഷേ അവരുടെ കൊടി അവർ വെക്കുന്നു, ഞങ്ങളാണത് കൊടുക്കുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതലായിട്ട് ഒരു പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻ്റ് ആയിട്ടത് വരുന്നില്ല. എന്നുവെച്ചാൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്കല്ല പൊതിച്ചോറ് കൊടുക്കുക. പൊതിച്ചോറ് രോഗികൾക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് അതിനെ എതിർക്കാൻ പോകുന്നവരൊക്കെ പെട്ടെന്ന് നിന്ന് വീഴുന്നത്. അത് ഇപ്പോഴും സംഭവിച്ചത് അത് തന്നെയാണ്. അതിൻ്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുന്ന ഒരാളും അതിനെ എതിർക്കാൻ പോകില്ല. ഈ പൊതിച്ചോറ് വാങ്ങിച്ച് കഴിച്ചിട്ട് അവരാരും DYFക്കാരോ CPMകാരൊന്നും ആവുന്നില്ല. അവർക്ക് വിശക്കുന്നു, അവർക്ക് ഭക്ഷണം കിട്ടുന്നു, അവർ കഴിക്കുന്നു. അതിൽ കൂടുതൽ അതിലൊരു പ്രാധാന്യം വരുന്നില്ല. അറ്റ്ലീസ്റ്റ് അതൊരു പുണ്യപ്രവൃത്തി തന്നെയാണ്. അതൊരു പുണ്യപ്രവൃത്തിയായിട്ട് വിലയിരുത്തപ്പെടുന്നു. അതിൻ്റെ ഒരു എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗുഡ് നെയിം അവർക്ക് കിട്ടും എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയ ചർച്ചകൾ വരുന്ന സമയത്ത് DYFI പറയുന്നത് ഇതെന്താ ഒരു പൊതിച്ചോറ് കൊടുക്കുന്ന സംഘടന മാത്രമായി മാറുക. കാരണം ആ വേറെ ഒരു പരിപാടി അവർ ചെയ്യുന്നില്ല. പൊതിച്ചോറ് കൊടുത്തിട്ട് കാര്യവുമില്ല. പൊളിറ്റിക്കലല്ല അത്. ശരിക്കും സംഘടനക്കും പൊളിറ്റിക്കലായിട്ട് വലിയ. രാഹുലിനെ വീട്ടിലിരുത്തിയത് DYFIയുടെ പൊതിച്ചോറാണോ? രാഹുലിനെ വീട്ടിലിരുത്തിയത് DYFIയുടെ പൊതിച്ചോറാണോ? അല്ല, രാഹുലിൻ്റെ വീട്ടിലിരുത്തിയത് രാഹുൽ തന്നെയാണ്. രാഹുലിൻ്റെ കയ്യിലിരിപ്പും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളുടെ അതിൻ്റെ അകത്തുള്ള ഉത്സുകമൊക്കെയാണ് അയാളെ ഇങ്ങനെ ആക്കി തീർത്തത്. അതിൽ DYFIയുടെ പൊതിച്ചോറിന് ഒരു ബന്ധവുമില്ല. ഇങ്ങനെ അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തി എന്നുള്ളത് ശരിയാണ്. അതിപ്പോൾ മുരളീധരൻ
ഈ അഭിപ്രായ പ്രകടനം നടത്തുന്ന എന്താണ് ഒരു വരമ്പത്തായതുപോലെ ഒരവസ്ഥ മാത്രമേ അതുകൊണ്ട് ഉണ്ടാവുള്ളൂ. വേറെ അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് കണക്കാക്കുന്നതിലും അർത്ഥമില്ല. എങ്കിലും തിരിച്ചുവരവ് പ്രയാസമാണെന്നാണ് മാഷ് പറയുന്നത്. അല്ല, തിരിച്ചുവരവ് സാധ്യമാണ്, പക്ഷേ അതിന് സമയമെടുക്കും. തിരിച്ചുവരവ് സാധ്യമാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരുപാട് അണികളുണ്ട്. മാത്രമല്ല അയാൾക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ കൃത്യമായിട്ട് അറിയാം. അതെ, അത് ആവശ്യമുള്ള സമയത്ത് അയാൾക്ക് കയറി വരാനായിട്ട് പറ്റും. പ്രത്യേകിച്ചും പിണറായി വിജയനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതിൽ അല്ല, പിണറായി വിജയനെ അറ്റാക്ക് ചെയ്തിട്ട് ഇനി കാര്യമില്ല. അത് കഴിഞ്ഞു, പിണറായി വിജയൻ്റെ കാലം കഴിഞ്ഞു. പിണറായി വിജയനെ അറ്റാക്ക് ചെയ്തതിൻ്റെ പേരിൽ ഇനി രാഷ്ട്രീയത്തിൽ ആർക്കും നിൽക്കാനും പറ്റുകയുമില്ല. അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു. അവർ തന്നെ അദ്ദേഹത്തെ എപ്പോഴാണ് ഉപേക്ഷിക്കേണ്ടത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് ആ വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ വരും എന്ന് നമ്മൾ കരുതരുത്. ആ വഴിയല്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് പൊളിറ്റിക്കൽ പൊട്ടൻഷ്യൽ ഉണ്ട് ശരിക്കും പറഞ്ഞു. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ അയാൾക്ക് തിരിച്ചു വരാം, നേതൃപദവിയിലെത്താം. സമയം എടുത്ത് ഇതിനൊരു എന്തായാലും 5 വർഷം കാത്തിരിക്കേണ്ടി വരും. സമയം കേസുകളും ഉണ്ടല്ലോ, അതൊക്കെ അല്ല, ഈ 5 വർഷക്കാലത്തേക്ക് കാര്യമായിട്ടുള്ള ഒരു പോസിബിലിറ്റി, സാധ്യതകൾ എന്ന് പറയുന്നത് ഇല്ല. അതുകൊണ്ടാണ് ഈ 5 വർഷം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സാധ്യതകൾ ഇങ്ങനെ തുറന്നു വരും. അവിടേക്ക് കയറിയാൽ എന്തായാലും വലിയ പ്രതീക്ഷയുണ്ടായിരുന്ന അല്ലെങ്കിൽ വലിയ ഉയരങ്ങൾ കീഴടക്കേണ്ട ഒരാളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പെട്ടെന്നുള്ള പ്രതീക്ഷിതമായതല്ല ഒരു വീഴ്ച, അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വീഴ്ച തന്നെയായിരുന്നു. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കണക്കാക്കാം.